സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ നീണ്ട 8 മാസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് വരികയും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തേക്ക് വരികയും അതിനുശേഷം ആദ്യമായിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ആ പരിപാടി എന്താണ്? സംസ്ഥാന സർക്കാർ നടത്തുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് 3 പേരുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് മോഹൻലാലാണ്, 2 കമൽഹാസനാണ്, 3 മമ്മൂട്ടിയാണ്. ഈ 2 പേരും, അതായത് മോഹൻലാലും കമൽഹാസനും ഒന്നും ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന പരിപാടിയിലേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം പിന്നീട് അറിയിക്കുകയും മമ്മൂക്ക എന്ന് പറയുന്ന ആ മനുഷ്യൻ മാത്രം ഈ ഒരു നല്ലൊരു സമയത്ത് ഈ ഒരു നല്ല കാഴ്ച കാണാൻ അല്ലെ ഈ ഒരു നല്ല കാര്യം പ്രഖ്യാപിക്കാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, പണ്ട് മുതൽ ഇന്ന് വരെയും മമ്മൂക്ക നല്ലതിനൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. പല ആളുകളും കമന്റ് ഇടുന്നുണ്ട്, പിണറായി വിജയന്റെ ഈ വൃത്തികെട്ട പരിപാടിക്കൊപ്പം നിൽക്കരുത്, പിണറായി വിജയന്റെ ഈ വൃത്തികെട്ട പരിപാടിക്ക് കൂട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, നമുക്കറിയാം BJP ഇപ്പോൾ വലിയ രീതിയിൽ പരാമർശമായിട്ട് വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനും മറ്റുള്ള പല ആളുകളും വലിയ രീതിയിലുള്ള പരാമർശമായിട്ട് വരുന്നുണ്ട്. നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന രീതിയിലേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം അല്ലെങ്കിൽ അതിന് നമ്പർ 1 ആയിട്ട് നമ്മുടെ കേരളം മാറിയതെന്നാണ് ഈ പറയുന്ന ചന്ദ്രശേഖരൻ പറയുന്നത്. ചന്ദ്രശേഖരന്റെ കൂടെയുള്ള പല അണികളും BJPയിലുള്ള പല ആളുകളും വലിയ രീതിയിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു കഴിവാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അതിൽ വലിയ വിമുഖത കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ അതിനെ രോഷകരമായിട്ടല്ല രോഷാകുലമായിട്ട് തന്നെ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത് വന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മോഹൻലാലും അതേപോലെ തന്നെ കമൽഹാസനും കൂടി എത്താത്തത് കണ്ടപ്പോൾ എനിക്കത് പൂർണ്ണമായി. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? ഞാനിത് മോഹൻലാലിനെ സംഖ്യവൽക്കരിക്കുകയോ അല്ലെങ്കിൽ കാവ്യകളസത്തിന് അടിമയാക്കുകയോ ഒന്നുമല്ല. കമൽഹാസനും മോഹൻലാലും ഒക്കെ അവർക്കെല്ലാം ഒരു നിലപാടുണ്ട്, മമ്മൂക്കയ്ക്കും നിലപാടുണ്ട്. കമൽഹാസനൊക്കെ ഈ പറയുന്ന പിണറായിസത്തിനോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണ്. മോഹൻലാലിനും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന. എല്ലാ പരിപാടിയിലും മോഹൻലാലിനെ കൂട്ടി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ പരിപാടികൾ ചെയ്തു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ലാൽ സലാം എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ കൂടി മോഹൻലാലിന് ആദരവ് കൊടുക്കുന്നതും പല തവണയായിട്ട് ട്രിവാൻഡ്രത്ത് മോഹൻലാൽ വന്നു പോകുന്നതൊക്കെ ഞാൻ പല വീഡിയോയും കാണുന്നതാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് മോഹൻലാൽ പങ്കെടുക്കാത്തത്? മോഹൻലാലിൻ്റെ ഈ പറയുന്ന സംഘിക്കുട്ടന്മാരുടെ എന്തെങ്കിലും പ്രേരണ മൂലമാണോ മോഹൻലാൽ പങ്കെടുക്കാത്തത്? ഒരുപക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വിഷയം, അതായത് BJP വലിയ രീതിയിൽ അവരാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, അവരുടെ നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് കേരളത്തിനെ വരെ മാറ്റിയെടുക്കാൻ സാധിച്ചതെന്ന് പറയപ്പെടുമ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കുകയല്ലേ ഈ പറയുന്ന മോഹൻലാലും കമൽഹാസനും ഒക്കെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. അത് കമൽഹാസന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു സൈഡിലേക്ക് പോകട്ടെ. പക്ഷെ ലാലേട്ടന് വരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ പേരിലാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മമ്മൂക്ക കടുത്ത ഈ പറയുന്ന രോഗാവസ്ഥയിൽ, അദ്ദേഹം രോഗം എല്ലാവർക്കും വരും, ഞാൻ അതിനെ കുറ്റം പറയുന്നതല്ല, ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് പോലും അങ്ങനെ നീണ്ട 8 മാസങ്ങളോളം അദ്ദേഹം ഇന്ത്യക്ക് പുറത്തായിരുന്നു, ചികിത്സയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിനെ കാണുമ്പോഴേ അറിയാം വളരെ ക്ഷീണിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലുക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരവും മുഖവും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്ഷീണം നമ്മളെ വിളിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആ വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, സർക്കാരിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്, നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള അല്ലെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ആ റെസ്റ്റ് പോലും എടുക്കാതെ ഓടി വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് മര്യാദയാണല്ലേ? ആ മര്യാദ പോലും മോഹൻലാലിൻ്റെ ടീമും കാണിക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? മമ്മൂക്കയ്ക്കുള്ള അത്രയും ബുദ്ധിമുട്ട്, മമ്മൂക്കയുടെ ഏജ് ഒന്ന് ഓർത്ത് വയ്ക്കണം, 74 വയസ്സുള്ളൊരു മനുഷ്യനാണ്. മോഹൻലാലിന് അത്രയും പോലും പ്രായമില്ല. എന്തെങ്കിലുമൊക്കെ തിരക്കാണെങ്കിലും ഓക്കെ, പക്ഷേ എന്തൊക്കെയോ വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ് വരാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ, ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു സംഘികളുടെ ഇടപെടലുകൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ഫീലിങ്സ് മാത്രമായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി അറിയിക്കണം. കാരണം ഇതിലെന്തൊക്കെയോ കുറച്ച് ഈ പറയുന്ന കളികൾ നടക്കുന്നുണ്ട്. അത് ഈ അവാർഡിനെ തുടങ്ങിയ അന്ന് മുതൽ, അതായത് ഈ ഫാൽക്കെ അവാർഡ് കിട്ടിയ അന്ന് മുതൽ അല്ലെങ്കിൽ ആ ഫാൽക്കെ അവാർഡ് കൊടുത്ത അന്ന് മുതൽ ഈ പറയുന്ന മമ്മൂക്കയ്ക്കെതിരെയും സിനിമാ രംഗത്തുള്ള പല ആളുകൾക്കെതിരെയും സംഘികൾ കാണിക്കുന്ന വൃത്തികേടുകൾ പല രീതിയിലും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിക്ക് ഇതിനകത്തുള്ളൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എത്രയാണ് 60% താഴെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കണക്ക്, അല്ലെങ്കിൽ 60% താഴെയാണ് പട്ടിണിപ്പാവങ്ങളുടെ കണക്ക്.
എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 100% എന്ന് പറയപ്പെടും? 100% നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇപ്പോഴും പട്ടിണി പാവങ്ങളും കിടപ്പാടം പോലും ഇല്ലാത്ത എത്രയധികം ആളുകളുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത ആളുകളുണ്ട്. എന്നാലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പണ്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം അതിനെ ഒരു പരിധിവരെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും അവിടുത്തേതുമായിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം തന്നെയാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അതിന് ഇടതുപക്ഷ സർക്കാർ ഏത് ഭരിക്കുന്ന പാർട്ടി ഏതാണോ അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അതൊരിക്കലും സാധ്യമാവില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുമാണ്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. മമ്മൂക്ക ഈ പറയുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് വേണ്ടിയിട്ട് വരുന്നൊരു വീഡിയോ ആണ്. സി മലയാളം എന്ന് പറയുന്ന ന്യൂസ് ചാനൽ വന്നിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് കാണുന്നത്. കമൽഹാസൻ, മമ്മൂട്ടിയൊക്കെ പങ്കെടുക്കുന്ന വലിയ ചടങ്ങാണ് വൈകിട്ട് നടക്കുന്നത്. പൊതു സമ്മേളനം കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി അവിടെ പ്രഖ്യാപിക്കും. മമ്മൂട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ. ദൃശ്യങ്ങളിലേക്ക്. മമ്മൂക്ക ഈ വരുന്ന വീഡിയോയിലുമൊക്കെയും പല ആളുകളുടെയും വൃത്തികെട്ട കമൻറ്റുകളുണ്ട്. സംഘിക്കുട്ടന്മാരുടെ മെഴുകൽ തന്നെയാണ് ഇതെന്നുള്ളത് യാതൊരുവിധ സംശയമില്ല. അത് തന്നെയാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ ഇവന്മാർ കാണിക്കുമ്പോൾ എന്താണ് ഇവന്മാർക്ക് കിട്ടുന്നത്? മമ്മൂക്ക വരുമ്പോൾ മമ്മൂക്ക എന്തോ വലിയ മറ്റവനാണെന്നുള്ള രീതിയിലാണ് ഇവന്മാർ പറയുന്നത്. ഇവരൊക്കെ എന്താണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. മക്കളെ, നീയൊക്കെ കൊടുക്കുന്ന ഇരട്ടി ടാക്സ് കെട്ടിവെക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് കൊണ്ടാണ് അവർക്കത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് അവരുടെ എഫേർട്ട് കൊണ്ടാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അവർ ചെയ്യണം. അത്രയും എഫേർട്ട് എടുത്തിട്ട് അവർക്ക് കിട്ടുന്നൊരു പ്രതിഫലത്തിൻ്റെ നല്ലൊരു ശതമാനം GST ആയിട്ട് സർക്കാരിന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ്. അവരിത്രയും കോടികൾ പ്രതിഫലം വാങ്ങുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത്ര കോടികൾ എമൗണ്ട് തന്നെ സർക്കാരിന് കെട്ടിവെക്കേണ്ടി വരും. ആ കെട്ടിവെക്കുന്ന എമൗണ്ട് തന്നെ നമ്മുടെ ഈ സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും നമ്മുടെ ഈ ഗവൺമെൻറ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും വിനിയോഗിക്കുന്നത്. റോഡായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്നതും മമ്മൂക്ക അതുപോലെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇതുപോലെ വലിയ വരുമാനമുള്ള ആളുകൾ കൊടുക്കുന്നതുമായിട്ടുള്ള ആ ടാക്സിൽ നിന്ന് തന്നെയാണ്. ടാക്സ് നിർബന്ധമായിട്ട് അവർ കൊടുത്തേ മതിയാവുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ആ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അഹങ്കരിക്കാം. മമ്മൂക്കയ്ക്കോ മോഹൻലാലിനോ ഏതൊരു നടനോ അഹങ്കരിക്കാം. കാരണം ഏറ്റവും ഹ്യൂജ് എമൗണ്ട് ടാക്സ് ഇനത്തിൽ പോകുന്നത് അവരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നീയൊക്കെ ഈ പറയുന്ന ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയിൽ മോഹൻലാലും അതേപോലെ തന്നെ ഈ പറയുന്ന കമൽഹാസനും ഒക്കെ വരുമെന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ച് മുൻപാണ് അവർക്ക് ആർക്കും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 24 ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുത്തേക്കില്ല. വ്യക്തിപരമായ ബുദ്ധിമുട്ട് സർക്കാരിനെ അറിയിച്ചതായി വിവരം. മമ്മൂട്ടി ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ ചടങ്ങിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുത്തേക്കില്ല എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ചില ആഹ്വാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ക്രിസ്റ്റീന, കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലെ മുഖ്യ മോഹൻലാലും കമൽഹാസനുമായിരുന്നു. പക്ഷേ ഈ ചടങ്ങിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ആ ബുദ്ധിമുട്ട് ഇരുവരും സർക്കാരിനെ അറിയിച്ചു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മമ്മൂട്ടി ആയിരിക്കും ചടങ്ങിൽ മുഖ്യ. കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിലെല്ലാം മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടും മോഹൻലാലിനെ ഉയർത്തിക്കൊണ്ടുമാണ് പല ആളുകൾ സംസാരിക്കുന്നത്. ശരിക്കും ഒരുപക്ഷെ സംഖ്യകൾക്ക് ഇത് തന്നെയായിരുന്നിരിക്കണം വേണ്ടത്. നമുക്കറിയാം, ആശമാരെല്ലാം കൂടി ഒരു കത്തയച്ച ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ഇടയ്ക്ക് ന്യൂസിൽ. അതായത് മമ്മൂട്ടിയും മോഹൻലാൽ ഈ ഒരു പദ്ധതിയിൽ പങ്കെടുക്കരുത്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം ഇവർ വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ ഇതിൽ പങ്കെടുക്കരുത്, ഞങ്ങളുടെ ഈ ഒരു കത്ത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങൾ മോഹൻലാലിനും കമൽഹാസനും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ പിണറായിയുടെ ഈ കള്ളത്തരത്തിനൊപ്പം അവർ കൂട്ടുനിന്നില്ല. പക്ഷെ മമ്മൂട്ടി ഈ പറയുന്ന കമ്മി ആയതുകൊണ്ട്
കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ചായ്വ് ഉള്ളതുകൊണ്ട് തന്നെയും പിണറായി വിളിച്ചെടുത്തോട്ട് ഓടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്, ആരോപണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതി തന്നെ ആയിരിക്കണം സംഘികളുടെ ആവശ്യവും, ഈ രീതി തന്നെ ആയിരിക്കണം മറ്റുള്ള മോഹൻലാലിൻ്റെ അങ്ങനെയുള്ള ഫാൻസിൻ്റെയൊക്കെ ആവശ്യവും. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കെതിരെ സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടി. ആ അവസരം വലിയ രീതിയിൽ മുതലാക്കുകയാണ്. ഒരിക്കലും മമ്മൂട്ടി നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ അന്ന് തൊട്ട് ഇന്ന് വരെയും ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നി അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വാധീനം, അല്ല കേരള സർക്കാരിൻ്റെ ഒരു സ്വാധീനം, കേരള സർക്കാരിൻ്റെ ഒരു കഴിവ് അത് അംഗീകരിച്ചേ മതിയാകുള്ളൂ. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം, വ്യക്തമായിട്ടുള്ള ധാരണ മമ്മൂക്കയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മമ്മൂട്ടിയും മോഹൻലാലിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇനി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്നും മുങ്ങിയ മോഹൻലാലിൻ്റെയും അതേപോലെ തന്നെ കമൽഹാസൻ്റെയും രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സെന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഒരിക്കലും മമ്മൂട്ടി ഒരു കുറ്റക്കാരനാവുകയോ മമ്മൂട്ടി ഒരു കമ്മികളുടെ അടിമയായി മാത്രം ഇരിക്കുകയോ ഒന്നും ചെയ്യില്ല. ആ മമ്മൂട്ടിയെ കുറ്റം പറയാനായിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണിതെന്നുണ്ടെങ്കിൽ അത് അത്ര വില പോകുന്നൊരു കാര്യമല്ല. കാരണം നല്ലതിനൊപ്പം മാത്രമേ അയാൾ അന്നും ഇന്നും എന്നും നിലനിന്നിട്ടുള്ളൂ. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.